ഹായ് മക്കളെ, എങ്ങനെയുണ്ടായിരുന്നു മക്കൾക്ക് എക്സാം? സിമ്പിളായിരുന്നില്ലേ? നമുക്ക് GK ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം നോക്കാം കേട്ടോ. പിന്നെ തുടർന്നുള്ള വിഷയങ്ങളൊക്കെ നൽകുക. മക്കൾക്ക് ഓരോ വിഷയത്തിന് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നാലുകെട്ട് എന്ന നോവൽ രചിച്ച മലയാളി സാഹിത്യകാരൻ ആരാണ്? ആൻസർ MT വാസുദേവൻ നായർ. GK ക്ലാസ് വിട്ടപ്പോൾ മക്കളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു MT വാസുദേവൻ നായർ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണമെന്ന്. മക്കൾക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ, അതായത് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? V നാരായണൻ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ വിമാനത്താവളങ്ങളില്ലാത്ത ജില്ല ഏത്? ആൻസർ കോഴിക്കോട്. കോഴിക്കോട് വിമാനത്താവളം, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയൊക്കെ മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. 2 സർവകലാശാലയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് തിരൂർ മലയാള സർവകലാശാല, 2 തേഞ്ഞിപ്പലം കോഴിക്കോട് സർവകലാശാല എന്ന് പറയും, അത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാര്? ആൻസർ ഇരയിമ്മൻ തമ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആര്? ആൻസർ D ഗുഗേഷ്. നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രക്കും ഒരുപോലെ പ്രാധാന്യമുള്ള കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതായ കലാരൂപം ഏത്? ആൻസർ കഥകളി. 2024 ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം പ്രദേശങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിൽ ഉൾപ്പെടുന്നു? ആൻസർ വയനാട്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? വൃക്ക. ഓക്കെ മക്കളെ, ഇനി തുടർന്നുള്ള വിഷയങ്ങൾ ഉടനെ നൽകാം കേട്ടോ. എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണേ.